സംഘടനകൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനാവുന്നത് കൂടുതൽ സ്ത്രീകൾക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നതും അവരുടെ പെർഫോമൻസിന് നമ്മൾ കൊടുക്കാഞ്ഞിട്ടാ പെർഫോമൻസിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു സ്പേസ് ആയിട്ട് മാറും തോന്നുന്നു. ശരിക്കും പൊളിറ്റിക്സ് ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷമാണോ? പ്രത്യേകിച്ചൊരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം സ്ത്രീ സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷമാണോ വിഭാവനം ചെയ്യുന്നത്? ആ പൊതു ഇടത്തിൽ രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ എണ്ണവും ഇടപെടലും കുറവായി നമ്മൾ കാണുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആണ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത്. നമ്മൾ സ്ത്രീകൾ എഴുതുന്ന സമയത്ത് പുരുഷന്മാർ എഴുതുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകളേക്കാൾ അധികം ഈ സമൂഹം അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ ഒന്നുകൂടെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ എഴുത്തുകളേക്കാൾ അധികം ആളുകൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ നോക്കുകയും അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ഡോക്ടർ താഹിറയ്ക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് ഈ ഒരു മുസ്ലിം സ്വത്വം എന്നുള്ള നിലക്ക് കൂടുതൽ അധികമായിട്ട് നമ്മളെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും എഴുത്തുകാരോട് എനിക്ക് തോന്നുന്നു, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിന് വളരെ പ്രണയത്തിൻ്റെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പ്രണയമാണ് അതിൻ്റെ മെയിൻ തീം എന്നറിഞ്ഞപ്പോൾ അധികം ആളുകളും എന്നോട് ചോദിച്ചത് ഇത് മാം അനുഭവിച്ച പ്രണയമാണോ അതല്ലെങ്കിൽ, കാരണം ഇന്ദധാര എന്ന പുസ്തകത്തിൻ്റെ ഒരു ടാഗ് ലൈൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം എന്നായിരുന്നു. അപ്പോൾ ആദ്യമേ എനിക്ക് വരുന്ന കമൻസുകൾ മാഡത്തിൻ്റെ പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് ാണോ അല്ലെങ്കിൽ മാമിൻ്റെ പ്രണയമാണോ ഈ പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ സ്വകാര്യതയെ അല്ല, പക്ഷെ അത് പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. എല്ലാ മനുഷ്യരിലും, എല്ലാ എന്താ പറയുക, പുല്ലിലും പുൽച്ചാടിയിലും മൃഗങ്ങളിലും മനുഷ്യരിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു മനുഷ്യവികാരമാണ് പ്രണയം. അത് ഭാവനകളിൽ ഉണ്ടാവും, അതില്ലാത്തൊരു ജീവിതവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന എനിക്ക് അതൊരു സ്വകാര്യതയിൽ കടന്നു കയറ്റമായിട്ട് അധികം തോന്നാറില്ല. പക്ഷെ ഓഫ് കോഴ്സ് അവർ നമ്മുടെ ഭാവനയാണ് ഒരു കൃതി എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ നമുക്കൊപ്പം. പിന്നെ സത്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനായിട്ട് നിന്നുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിനെ ഞാനത് എഴുതുമ്പോൾ അതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു പുരോഗമനം പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തലയിലെ ഒരു 2 മീറ്റർ തുണി മാറ്റണം എന്നില്ല എന്ന് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനോടൊപ്പം ഞാൻ അതിൽ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ എപ്പോഴും കേൾക്കാറുണ്ട്. അത് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു അജണ്ടയാണ് നമ്മുടെ സമൂഹത്തിൽ. നമുക്ക് തോന്നാത്ത ഒരു കാര്യത്തെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അജണ്ട കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു താഹിറ എഴുതിയാലും കവിത എഴുതിയാലും അല്ലെങ്കിൽ രമ്യ എഴുതിയാലും ജോണി എഴുതിയാലും അതും ഒരു ഭാവന, അതൊരു സൃഷ്ടി അല്ലെങ്കിൽ അതൊരു കൃതി മാത്രമാണ്. അതിലോട്ടൊക്കെ ഒരിക്കലും ഒരു മതമോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമോ എൻ്റെ വിശ്വാസ രീതികളോ ഒന്നും കടന്നു വരുന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കണം സാംസ്കാരിക വേദികൾ മുന്നോട്ട് പോവേണ്ടതും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ നമ്മുടെ സമൂഹം, അല്ലേ? അതെ അതെ. നജ്മ, എനിക്ക് ചോദിക്കാനുള്ള മറ്റൊന്ന്, നേരത്തെ പറഞ്ഞു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വിമൺ ഫ്രണ്ട്ലി ആണ്, അതേപോലെ പൊളിറ്റിക്സിൽ വിസിബിളാണ്, സ്ത്രീകൾ വിസിബിളാണ്. പക്ഷേ പലപ്പോഴും ഈ രാഷ്ട്രീയം സ്ത്രീകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു വെൽഫെയർ പൊളിറ്റിക്സ്, അതായത് സ്ത്രീകളുടെ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് ഈ സ്ത്രീകളെ ആ ഒരു ചർച്ചാ ഒരു രീതിയിലേക്ക് പോകുന്നില്ലേ? ശരിക്കും സ്ത്രീകളുടെ കുറിച്ചുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവരെ ഒരു പോളിസി ബെനിഫിഷ്യേഴ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വുമൺസ് റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സ്ട്രക്ചറൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലേക്കല്ലേ ശരിക്കും ഈ ഒരു രീതി മാറേണ്ടതുള്ളത്? പോളിസി ബെനിഫിഷ്യറീസ് എന്നതിനപ്പുറത്ത് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസ്കോഴ്സിലേക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളെ കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ അവരെത്താത്തത്? ആ ചോദ്യം വളരെ ശരിയാണ്. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമ്മൾ ആദ്യം ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഞാൻ പെൻഷൻ കൊടുത്തു എന്നാണ്
ഉത്തരമെങ്കിൽ ആ പെൻഷൻ്റെ ചിത്രം എന്താണ്? വയസ്സായൊരു ചേച്ചി അതിങ്ങനെ വാങ്ങുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ആനുകൂല്യം നടപ്പിലാക്കി അതിൻ്റെ ഉപഭോക്താവായിട്ട് നമ്മൾ പോസ്റ്ററിൽ കാണുന്ന എന്താണ്? ഒരു സുന്ദരിയായ യുവതി ആ ആനുകൂല്യം പിടിച്ചു നിൽക്കുന്നു. എന്ന് വെച്ചാൽ നാട്ടിൽ സ്ത്രീകളിലേക്ക് എന്തിൻ്റെ പരസ്യത്തിൽ നമ്മൾ പെണ്ണുങ്ങളെ തല കൊടുക്കും. എല്ലാവർക്കും കൊടുത്ത ഏത് ആനുകൂല്യമാണെങ്കിലും ശരി, അതിൻ്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ അത് കൊടുക്കുന്നൊരു ഇമേജ് എങ്ങനെയായിരിക്കും? സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളിത് കൊടുത്തു, സാമൂഹിക സുരക്ഷ നടപ്പിലാക്കിയ സ്ത്രീകളുടെ ചിത്രം, വിദ്യാഭ്യാസപരമായ ഉന്നത നടപ്പിലാക്കിയ സ്ത്രീകളുടെ ചിത്രം. ശരിയാണ്, സ്ത്രീകൾ അവകാശത്തിൽ മുഴുവനായും എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കാത്തൊരു സമൂഹം എന്ന നിലയിൽ ന്യൂനപക്ഷമായി തന്നെയാണ് സമൂഹത്തിൽ തുടരുന്നത്. ആ ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, എന്ന് വെച്ചാൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി മാത്രമുള്ള മനുഷ്യരല്ല എല്ലായ്പ്പോഴും സ്ത്രീകളെന്ന് പറയുന്നത്. അവരുടെ അവകാശങ്ങൾ കൂടി വകവെച്ചു കൊടുക്കുക എന്നതാണ് നീതിബോധമുള്ള ഒരു കൂട്ടം. അത് ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഒരു സംഘടനയാണെങ്കിലും ശരി, ഏതൊരു ആൾക്കൂട്ടമാണെങ്കിലും ശരി, സ്ത്രീകളുടെ അവകാശങ്ങൾ കൂടി മനസ്സിലാക്കുകയും നീതിപൂർവം അതിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരേതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻറ്റൻഷനൽ മൂവ് എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേ ഇൻറ്റൻഷനിലൊന്നും വേണ്ടതില്ല. നമുക്കത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ആലോചിക്കുകയോ നടപ്പിലാക്കുകയോ വേണ്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും നടന്നു പോകുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമ്മൾ നിർബന്ധപൂർവം, കാരണം നമ്മളെ നാട് ഇപ്പം കേരളം മാത്രം എടുത്തു നോക്കാം. കേരളത്തിൽ കണക്ക് പ്രകാരം സ്ത്രീകളാണ് കൂടുതൽ. പക്ഷേ പ്രാതിനിധ്യത്തിലോ ഇപ്പോൾ കേരളത്തിലെ 16ാം നിയമസഭ അധികാരത്തിലേറാൻ പോവുകയാണ്. ഏകദേശം 12ഓളം സ്ത്രീകൾ ഈ നിയമസഭയിലുണ്ടാവും. ഈ 12ഓളം സ്ത്രീകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെയുള്ളതിൽ മോശമില്ലാത്തൊരു ഹയസ്റ്റ് കണക്ക് തന്നെയാണ്. കഴിഞ്ഞ നിയമസഭയിലും നമുക്ക് 12 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 11ആണ്. 12 ആയിരുന്നു ഉമാ തോമസ്. എന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉമാ തോമസ് കൂടി വരുന്നതോടുകൂടി കഴിഞ്ഞ നിയമസഭയിൽ അത് 12ഓളം ആളുകളും ഈ നിയമസഭയിൽ 11 ആളുകളുമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉണ്ടായത് 80കളുടെ അവസാനത്തിലാണെന്നോ 86 മറ്റോ ആണെന്ന് തോന്നുന്നു. 13 സ്ത്രീകൾ നിയമസഭയിൽ ഉണ്ടാവുന്നു. ഏറ്റവും ഹയസ്റ്റ് കണക്ക് നോക്കുക കേട്ടോ, 13 ആളുകളാണ് ഇന്നേ വരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരുന്ന MLA-മാർ, സ്ത്രീകളായ MLA-മാർ എന്ന് പറയും. ഹയസ്റ്റ് കണക്കെടുത്ത് നോക്കുമ്പോൾ 13ആണ്. കേരളത്തിലെ മൊത്തം നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം 140ആണ്. ഈ ഹയസ്റ്റ് നമ്പർ എടുത്തു നോക്കിയാലും അത് 10% പോലും ആവുന്നില്ല. 10% പോലും ഇല്ല. കേരളം എന്ന് പറയുന്നത് എങ്ങനെയൊരു നാടാണ്? ഈ പറഞ്ഞ പോലെ സെക്സ് റേഷ്യോയിൽ കൂടുതലാണ്, എഡ്യൂക്കേഷനലി ഭയങ്കര എംപവേർഡ് ആണ് സ്ത്രീകൾ, ബാക്കി എല്ലാ കാര്യങ്ങളും മാനദണ്ഡങ്ങളും കിട്ടി എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു നാടാണ്. ആ കേരളത്തിൽ പോലും ഇന്നേ വരെ നിയമസഭയുടെ 10% പോലും സീറ്റ് ആർക്ക് കിട്ടിയിട്ടില്ല? സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ആളുകളില്ലാത്തതുകൊണ്ടാണോ? പക്ഷെ അല്ല, ഒരിക്കലും അല്ല. ആളുകളില്ലാത്തത് കൊണ്ടല്ല. വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു അധികാരബോധം ഉണ്ടല്ലോ, ആ അധികാരബോധത്തിന് ഇത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു വിശാലതയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ 1995 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സംവരണം വരുന്നത്. ആ 95 മുതൽ 2026 എന്ന് വെച്ചാൽ ഏകദേശം 30 വർഷങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ പെർഫോമൻസ് നോക്കുക. ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഏറ്റവും നന്നായി അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് എന്ന് ഞാൻ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയാം. പക്ഷേ ഏറ്റവും നന്നായിട്ട് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലെവലിലേക്ക് ഉയർന്നത് എന്തുകൊണ്ടാണ്? 95 30 വർഷം മുമ്പ് ഒരു സംവരണം വന്നുകൊണ്ടാണ്. 30% ആവുന്നു, 50% ആവുന്നു. അങ്ങനെ സംവരണം വന്നതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യത്തിൽ കയറുകയും എന്നാൽ പിന്നീട് പെർഫോമൻസ് കൊണ്ട് അവരുടെ ഭരണ നൈപുണി കൊണ്ട് പിടിച്ചു നിൽക്കുകയും ചെയ്ത ഒരുപാട് സ്ത്രീകൾ നമുക്കറിയാം. അതുപോലെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. അവസരം കിട്ടുന്നതോടുകൂടി നമുക്ക് ഏറ്റവും മികച്ചത് ഇവരാണ് എന്ന് പറയാൻ ഒരു സംശയം ഉണ്ടാവില്ല. അവസരം ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മൾ ഹെർ സ്പേസസ് മാറുന്ന കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ താഹിറ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പം ഞങ്ങളുടെ കൊളീഗുമായിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകയായി ഫാത്തിമ തഹലിയ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ രണ്ടുപേർ ഏറ്റവും ശക്തമായി മത്സരം കാഴ്ചവെക്കുകയും ഒരാൾ വിജയിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ ഫേസാണ്. അതൊരു മറ്റൊരു ലെവലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കൂടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും അത്തരം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ? തീർച്ചയായും. ഡോക്ടർ താഹിറ, ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള ജീർണതകളെ അല്ലെങ്കിൽ അനാചാരങ്ങളെ അപജയങ്ങളെയൊക്കെ തളർത്താൻ അല്ലെങ്കിൽ അതിലൊരു നല്ല മാറ്റം വരുത്താൻ സാഹിത്യകൃതികൾക്ക് സാധിക്കാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യരിൽ നല്ല മൂല്യങ്ങൾ വളർത്താനൊക്കെ സാഹിത്യം നമ്മളെ സഹായിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പുസ്തകങ്ങൾ ഇതുപോലെ സമൂഹത്തിൽ പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തിടങ്ങളിലാണ് പരിമിതികളില്ലാണ്ട് നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എൻ്റെ പുസ്തകം എൻ്റെ കൃതിയാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പരിമിതി നിശ്ചയിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു അതിർവരമ്പുകൾ വെക്കുന്നില്ലല്ലോ. ആ ഒരു സമയത്താണ് ശരിക്കും ഒരു സ്ത്രീ ഏത് അപജയത്തിലാണെങ്കിൽ പോലും പരിമിതികളോ അല്ലെങ്കിൽ അതിർവരമ്പുകളോ നിശ്ചയിക്കാതെ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമുക്ക് മുന്നോട്ടേക്ക് സമൂഹത്തിന് വെക്കാൻ പറ്റുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ന് അറിയാം, ഇന്ന് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു സംഭവം നമുക്കിടയിലുണ്ട്. ഇഷ്ടപ്പെടാത്തത് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ മുന്നിലുണ്ടായിരുന്ന പാനൽ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു, പല ആളുകളെയും നമ്മളിന്ന് കൃതികൾ വായിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ ആ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ചില നഗ്നമായ സത്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അതിൽ രാഷ്ട്രീയവും മതവും നിങ്ങളുടെ പൊളിറ്റിക്സും ഒക്കെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പരിമിതികൾ വേറെ ആരെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു കാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത് വെരി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരുപാട് എഴുത്തുകാർ അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക വേദിയിലുള്ളവരൊക്കെ അതിനെ അതിജീവിച്ച് വരുന്ന ഒരു കാഴ്ച കൂടി നമ്മളിന്ന് നമ്മളുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. സോ സാംസ്കാരിക വേദി അല്ലെങ്കിൽ ലിറ്ററേച്ചർ ലെവലിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സ്ത്രീകൾ കൊടുക്കുന്നത് ഈ ഒരു ഏരിയ അതിർവരമ്പുകളും പരിമിതികളും നിശ്ചയിക്കാതെ ഉള്ള ഒരു ഇടമായതുകൊണ്ടാണ്. ഇത് ഞാൻ ഈ പറയുന്ന വാക്കിനെ നാളെ കീറി മുറിക്കും. ഇവളെന്ത് പറഞ്ഞു എന്ന് കേൾക്കുന്ന ഞാനെന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും പറയുന്ന വാക്കിനെ ഇതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, നല്ല കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഏറ്റെടുക്കണമെന്നില്ല, ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നില്ല? നിങ്ങൾക്ക് നിങ്ങളതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റാത്ത നിങ്ങൾ തന്നെയാണ് അതിന് കാരണം. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് നോക്കൂ, നിരന്തരമായ കമൻറ്റുകളാണ്. പാകിസ്ഥാനിലേക്ക് പോടി, പാകിസ്ഥാൻ ഞാൻ തമ്മിൽ എന്ത് ബന്ധം മനുഷ്യ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നവരെ പാകിസ്ഥാനിൽ പോയിട്ടില്ല. ഞാൻ സിനിമയൊക്കെ കാണാറുണ്ട്, പാകിസ്ഥാനി ചുരിദാർ ഇടാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല. എന്ന് വെച്ചാൽ ചരിത്രവും കഥകളും വേറെ ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകണം? പാകിസ്ഥാനിലേക്ക് പോകണം. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം ഞാൻ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഓൺലൈനിൽ ഇരുന്ന് അപ്പുറത്ത് സ്ക്രൂട്ടിനി ചെയ്യുന്ന ചേട്ടനോ ചേച്ചിക്കോ അറിഞ്ഞൂടല്ലോ. അയാൾക്ക് എളുപ്പമുള്ള കാര്യം എന്താണ്? പാകിസ്ഥാനിലേക്ക് പോകും.